guys, welcome back to Detox. Guys, അപ്പോൾ ഇന്നത്തെ ചാലഞ്ച് ഒരു ഈറ്റിംഗ് ചാലഞ്ച്. അപ്പം ഇന്ന് നമുക്ക് ഒരു വലിയ ലോഡ് പൊരി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഒരു ഈറ്റിംഗ് ചലഞ്ചിലേക്ക് വന്നിരിക്കുകയാണ്. വേറെ ഒന്നുമില്ല, ഇത് 4 റൗണ്ട് ആയിട്ടായിരിക്കും നടക്കാൻ പോകുന്നത്. ഫസ്റ്റ് റൗണ്ടില് സിംഗിൾ ബൗളിനകത്ത് ഈക്വൽ ആയിട്ട് എല്ലാവർക്കും ഇത് കൊടുക്കും. അപ്പോ സെക്കൻഡ് റൗണ്ട് വരുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 സ്പെഷ്യൽ ഐറ്റംസ് നമ്മൾ കൊടുക്കും. ഇതിന്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കേണ്ട സാധനങ്ങളാണ്. തേർഡ് റൗണ്ട് ആകുമ്പോഴത്തേക്കും 2 സ്പൂണ് നമുക്ക് തരാനുള്ള ഐറ്റവും ഒരു ബൗൾ പൊരി. തേർഡ് റൗണ്ട് ആകുമ്പോഴത്തേക്കും 3 സ്പൂൺ അതാക്കും. അങ്ങനെയായിരിക്കും പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ്. അപ്പോൾ 1 മില്യൺ അടിക്കാൻ വേണ്ടി പെട്ടെന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കുക. സോ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മുടെ ഫസ്റ്റ് റൗണ്ട് ഒരു സാധനം മിക്സ് ഇല്ലാതെ പച്ചക്ക് നമ്മൾ കഴിക്കേണ്ടതാണ്. സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. സ്റ്റാർട്ട് ചെയ്യാം. എന്താ അല്ല, ഇത് അങ്ങനല്ല ബ്രോ. ഇത് ഏറ്റവും കൂടുതൽ എനിക്ക് അറിയാൻ കേട്ടാ. അന്ന് കഴിച്ചോ ബ്രോ? എനിക്ക് കൂടുതലുള്ള പോലെ നോക്കി അങ്ങനെ തോന്നുന്നുണ്ടോ? നമ്മളെ കൂടുതൽ കഴിച്ചു, ബ്രോ കഴിച്ചില്ല കേട്ടോ. പണ്ട് എന്റെ ഫ്രണ്ട്സ് എന്റെ അടുത്ത് പറയായിരുന്നു, നീ പൊരിയാണ്. അല്ല, പൊരിയാന്നല്ല, പൂരപ്പരപ്പിന്റെ ഈ പൊരി ഏറ്റവും കൂടുതൽ നിൽക്കണത്. നമുക്കറിയില്ലായിരുന്നല്ലേ? അയ്യോ, ഞങ്ങൾ ഇടുക്കിയില് പൂരല്ലോ. അല്ല ഇതെന്ത് സാധനം? എന്താണ് ഈ പൊരി? എടാ അതല്ല, ഇത് എന്ത് പറക്കുമ്പോഴും ഇങ്ങനെ ആവുന്നേ? നോർമലി ഞാൻ മുണ്ടൂല. ഇവരിങ്ങനെ കഴിക്കാ കുറക്കച്ചമാര് സ്വഭാവം കറക്റ്റ് എടുത്തു. ഇവര് പകുതി ഇവിടെ സ്റ്റോർ ചെയ്യും, ഇവിടെ ഒരു സൈഡിൽ സ്റ്റോർ എന്നിട്ട് ആവശ്യമുള്ളപ്പെടുത്ത് കഴിക്കും. വയറല്ല, വയറ്റിലല്ല, കവളത്ത് പഠിക്കും. എന്താ പറ്റി? ഞാൻ സ്പൂൺ വെച്ച കഴിക്കാറ്. എനിക്ക് ഇങ്ങനെ കഴിച്ചിട്ട് ഇന്നലെ കഞ്ഞി മറ്റേ ബീച്ച് കുടിക്കണം നമ്മൾ കണ്ടായിരുന്നു. സ്പൂൺ വെച്ചിട്ട് കഴിക്കാറുണ്ട്. നിങ്ങൾ മറ്റേ പുറത്തുള്ള ആളാണല്ലോ. പോർക്കും സ്പൂൺ വെച്ച് കഴിക്കാറ്. എവിടെയായിരുന്നു പണ്ട് സ്ഥലം? എവിടെയായിരുന്നു? ഞാനിവിടെ ഇംഗ്ലണ്ടല്ല, ബ്രിട്ടീഷ് രാജ്യം. പഴയതാ. പണി എന്തായിരുന്നു? ബംഗ്ലാവാ. പണി എന്തായിരുന്നു? എന്താ അവിടുത്തെ ബംഗ്ലാവായിട്ട്? പണിയൊന്നുമില്ല, ഞാനവിടെ ഫുള്ള് ഇങ്ങനെ ഇടയ്ക്ക് കാലത്ത് ഇരുന്നേക്ക, രാത്രി ഉറങ്ങുക, ഫുഡ് അടിക്കാൻ. വീട്ടിലെ പട്ടിയ സൗണ്ട് രാവിലെ കഴിക്കും, ഫുഡ് കഴിക്കും, വൈകിട്ട് ഫുഡ് കഴിക്കും, ഉറങ്ങും. ഇത് അമൃതണ്ടോ? സോ ഗൈസ്, അപ്പോൾ എന്തായാലും ഫസ്റ്റ് റൗണ്ട് എല്ലാവരും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് റൗണ്ടിൽ തന്നെ നമ്മൾ ഓൾമോസ്റ്റ്, നീ ഡെഡ് ആയില്ല, പക്ഷെ ഞാൻ ഡെഡ് ആയി തുടങ്ങിയിട്ടുണ്ട്. ബ്രോ എങ്ങനെയുണ്ട്? ബ്രോ കംപ്ലീറ്റ് ചെയ്യോ? എങ്ങനെ സെക്കൻഡ് റൗണ്ടിലേക്ക് എങ്ങനെ പോകുന്ന അറിയണേ? ഇത് മാറ്റിയ സെക്കൻഡ് റൗണ്ടിൽ കൊണ്ട് വരും. എന്തായാലും നമുക്ക് നേരെ സെക്കൻഡ് റൗണ്ടിലേക്ക്. എന്തായാലും നമ്മുടെ രണ്ടാമത്തെ റൗണ്ട് ആഡ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. യെസ് ഗൈസ്, ഇത് ചോക്ലേറ്റ് സിറപ്പ്, ഇത് ഉപ്പുവെള്ളം, ആൻഡ് അത് പുളിവെള്ളം. സോ നമ്മൾ ബൗളിനകത്ത് 3 ഐറ്റംസിന്റെ പേര് എഴുതിയിട്ടുണ്ട്. നറുക്ക് കിട്ടുന്നത് അത് അവർ കഴിക്കും, അത് കൂട്ടി കഴിക്കും. അതങ്ങനെയല്ല, കുലുക്കുന്ന ആള് ഫസ്റ്റ് എടുക്കാൻ പാടില്ലായിരുന്നു. ആദ്യം ഗെയിം ചിക്കൻ വന്നിറക്കും. പുളി എന്താ? രണ്ട് സ്പൂൺ ഗൈസ്, എല്ലാം 2 സ്പൂൺ ആണ് എടുക്കേണ്ടത്. ഉപ്പ് 1. ഞാനിട്ടല്ല. കോഴി. അയ്യോ, ഇതിന്റെ ചെറിയ സ്പൂൺ ആണല്ലോ. ഇത് 3 സ്പൂൺ എടുത്തിട്ട് ഇത് ഞാൻ ഇങ്ങനെ ഒഴിക്കട്ടാ. അങ്ങനെയല്ല, അത് സ്പൂൺ ഉണ്ട്. മോനെ എനിക്ക് കൈ ഡേർട്ടാക്കാൻ പറ്റില്ല. കൈയിട്ട് അളക്കാൻ പറ്റുന്നല്ലോ.
ഞങ്ങളെക്കാളൊന്നും ഇറങ്ങണമല്ലോ. എനിക്കറിയില്ല. ദിസ് ഇസ് മൈ ഫസ്റ്റ് ടൈം. You are doing first time? ഓ ഇഷ്ടണ്ടാ? ഇത് ഒട്ടും കൊള്ളത്തില്ല കേട്ടാ. പുളിയോളം ഒട്ടും കൊള്ളത്തില്ല. കൊമ്പാച്ച കഴിച്ച് തീർക്കത് ഇല്ലെങ്കിൽ കിട്ടിയെന്നോ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒന്നും ബ്രോ മണത്ത് വയ്ക്കുക, ജസ്റ്റ് മണത്ത് വയ്ക്കുക. പഴയ സോക്സിന്റെ മണം. ഇനി എങ്ങനെ താനോ തിന്നും. അയ്യേ അത് മണതാ. കാണിച്ച് അത് നീ ഇപ്പൊ ഇട്ട ഷർട്ടിന്റെ മണം തന്നെ. അയ്യേ ഇവനെന്താ മുങ്ങാൻ പോകും. മണമണിച്ച പിന്നെ എങ്ങനെ കഴിഞ്ഞു പിന്നെ കാപ്പി 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 ചായ ഇവിടെ ചായവടെ 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 ചായ ഇവിടെ ചായ ഇവിടെ മസാല ദോശ മസാല ദോശ മസാല ഇവിടെ പൊരി അരി കലം പാത്രങ്ങളെ സ്റ്റീൽ പാത്രങ്ങളെ മസാല ഇവിടെ ബോണ്ടേ ഛർദിക്കല്ലേ ചായ ഇവിടെ ചായ ഇവിടെ ഛർദിക്കല്ലേ അടെ പറ്റില്ലെങ്കിൽ പുറത്തേക്ക് തുപ്പിക്കളാ. ഒരു കൈ കൊണ്ട് എടുത്ത് തുപ്പിക്കളാ. A few minutes later. ഗൈസ് അങ്ങനെ മൂന്നാമത്തെ റൗണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത നറുക്കിടലിടാം. ഇതിനകത്ത് ഒരു എക്സ്ട്രാ ഒരു സാധനം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പച്ചവെള്ളമാണ്. അതെ മോനെ, ഞാൻ പിന്നെന്തിനാ ഇവിടെ ഇരിക്കുന്നത്? താൻ തോറ്റല്ലേ? തോറ്റാണ്ടില്ലെങ്കിൽ കുടിക്കാൻ തരാലോ. ഓക്കെ, തുറന്നോ, ബക്കറ്റ് തുറന്നോ. വാട്ടർ, പച്ചവെള്ളം പച്ചവെള്ളം അവിടെയാ. എനിക്ക് കുറച്ച് വെള്ളം ഒഴിക്കും. രണ്ട് സ്പൂൺ ഇത് ഇങ്ങോട്ട് വന്നിട്ട് വെള്ളം ഒഴിച്ചു കഴിക്കും. രണ്ട് സ്പൂണ് ഇനി എനിക്ക് 2 സ്പൂൺ ഇട്ട് തന്നെ. അതാദ്യം കഴിച്ചാ അത് കഴിച്ച സീനാണോ? അന്ന് ഞാനത് സഹിച്ച്. അത് ചെറിയ സ്പൂണാട്ടത്. ആണോ? അന്ന് 1 സ്പൂൺ കൂടി കൊടുത്തേക്ക്. 1 സ്പൂൺ ഒരു സ്പൂൺ എന്താ പച്ചവെള്ളം ഇനി വേണം. ഇനി എനിക്ക് 2 സ്പൂൺ മറ്റേ ഇതും കൂടി ഇട്ടേ. കള്ളക്കളി കളിച്ചേ പുളിവെള്ളം പച്ചവെള്ളം അല്ല. ശരിയാണല്ലോ ഗൈസ്. സോറി ഗൈസ്, ഇവിടെ നമ്മള് മാറിപ്പോയി. സത്യം പറഞ്ഞാൽ വെള്ളവും പുളിവെള്ളവും കൂടി ആയിരുന്നു കൊടുക്കുന്നത്. അപ്പൊ ഇല്ല ഞാൻ കഴിച്ചു പോയി. അത് കുഴപ്പമില്ല. പുളിവെള്ളം എന്തായാലും വരുന്നുണ്ട്. വെയിറ്റ് ചെയ്തോ. അതൊന്നും സീനില്ല, ഒരു സീനും ഇല്ല കേട്ടോ. വേണ്ട, എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റും. തട്ടി താഴെ ഇടണോ തന്റെ കയ്യിലിരിക്കുന്ന സാധനങ്ങളൊക്കെ? അല്ല, നിങ്ങൾ ചൂസ് ചെയ്യണ്ട. ക്രൂ ചൂസ് ചെയ്തേ. ഇവിടെ ക്രൂ ആണ് ചൂസ് ചെയ്ത് പറഞ്ഞത്. പുളിവെള്ളം കൊടുക്കണ്ടേ? പൗള് കാണിച്ചാ തല ഒനിക്കല്ലേ പോരെ? ഒരു സ്പൂൺ ഉണ്ടോ? ഇതങ്ങോട്ട് മാറ്റിച്ചേ. ഞാൻ മാറ്റിച്ചേ. ഒരു സ്പൂൺ 2 സ്പൂൺ. അടുത്ത ബോൾ 4 സ്പൂൺ. അല്ല, ആ ചോക്ലേറ്റിനകത്ത് തന്നെ ഒഴിച്ചേക്കട്ടെ കുറച്ച്. 2 3 4. തനിക്ക് എന്ത് നേടിയോ ഇതുകൊണ്ട്? താൻ എന്ത് നേടി? എനിക്കത് ചോദിക്കാം. റിയാക്ഷൻസ് ഒക്കെ അതെല്ലാം റിയാക്ഷൻസ് ഭയങ്കരമായിരിക്കും. എങ്ങനെയുണ്ട് ചോക്ലേറ്റ്? ഓ എന്തിനാണ് മണം നോക്കിട്ട്? ആ മണം എനിക്ക് ഇവിടെ അടുത്തിട്ട് എനിക്ക് ഇത് കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് താനാണ് ആസ്വദിച്ചിരിക്കുന്നത്. ബ്രോ, അത് മണം നോക്കി എന്നിട്ട് കഴിച്ചു. വേണ്ട, ഇത് പച്ച സോക്സാ, പഴയ സോക്സാ, ഇട്ട് അഴുകിയ സോക്സിന് മണമാ. ഇത് പറഞ്ഞായിരുന്നില്ല. ഛർദിപ്പിക്കണടാ. അയ്യോ, ഞാൻ ഒരു കാര്യം പറഞ്ഞു. ഈ കളി 3 സ്പൂണായിരുന്നു തരേണ്ടത് എല്ലാം. സ്പൂൺ കൂടി കൊടുക്കും. കുഴപ്പമില്ല. എങ്ങോട്ടാ പോണേ ബ്രോ? എങ്ങോട്ടാ പോണേ? കഴിച്ച് ബ്രോ തോക്കും. ബ്രോ ഇച്ചിരി കൂടെ ഉള്ളൂ. അടുത്ത ഹേഴ്സീസ് ആയിരിക്കും കിട്ടുന്നത് ചിലപ്പോ. കിട്ടും, നോക്കിയിരുന്നോ? ഇത് കഴിക്കാൻ പറ്റില്ല. പറ്റൂലേ? കഴിക്കാൻ പറ്റുന്നില്ലേ? കാണാൻ വരുന്നുണ്ട്. അങ്ങനെ വരുന്നല്ലേ? ഇതന്നെ ആദ്യമേ അവിടെ ഇരുന്ന് മുങ്ങിയാലും പറഞ്ഞേ. ഇച്ചിരി കൂടെ ഉള്ളൂ ബ്രോ. You can. അത് ഞാൻ തീരുമാനിച്ചോളാം എങ്ങനെ കഴിക്കണം. Oh, you can. ഇതെന്താ ബ്രോ ഇവിടുന്ന് ഇങ്ങനെ വെക്കുന്നേ? പറയാട്ടാ, എന്തൊരു പ്രശ്നമുണ്ടോ? എന്തിനാണ് പറയണം? ക്രൂടെ വെയിറ്റിംഗ്. എന്തായാലും ആലോചിച്ചിരിക്കേ, അത് എന്തിന്റെ ടേസ്റ്റ് ആണെന്ന് ആലോചിച്ചു. എന്ത് ടേസ്റ്റ്? ചത്തോ? എന്തേലും പറയാന്ന് ചേട്ടന്മാര് വാർത്തിരിക്കുമ്പോ ഒരു രസമില്ല കേട്ടോ. അതൊന്നും പറഞ്ഞെന്തെങ്കിലും പറ, ചുമ്മാ പറ. ഞാൻ ഈ സോക്സ് ഒക്കെ ഇങ്ങനെ പച്ചക്ക് കഴിക്കാൻ തോന്നുന്നു. എനിക്കൊന്നും പറ്റുന്നില്ല.
കണ്ടോ മീശ പിടിക്കുന്ന സോക്സ് വരച്ചിട്ട്. എന്താ വെച്ചാ പറഞ്ഞത് നിർത്തിച്ചോ, അല്ലെങ്കിൽ നിർത്തിക്കാണെങ്കിൽ നിനക്ക് ജയിക്കാം. ഒന്നും കോൺസെൻട്രേറ്റ്. അതൊരു ബർഗറാണെന്ന് വിചാരിക്കും. സത്യം പറഞ്ഞാൽ മറ്റേ കാണയിലൊക്കെ കിടക്കുന്ന സോക്സിന്റെ ഒരു ഇത് സത്യം മണം കേട്ടപ്പോൾ എനിക്കും ഇത് കേട്ടാ. മണം അങ്ങ് മൂക്കിലേക്ക് അടിച്ചു കയറിയ ഭയങ്കര പ്രശ്നമാണ്. അത് ഇറക്കുമ്പോഴുള്ള ആ മണം ഇങ്ങ് ഓടിക്കുന്നില്ലേ? ആ മണം എനിക്ക് കളി കഴിക്കണം. മണം ഇങ്ങനെ മൂക്കിലേക്ക് അടിച്ച് കഴിക്കണുണ്ടല്ലോ. നിന്റെ വായിലേക്ക് വല്ല ഛർദ്ദി തരും നീ. ഇങ്ങനെ ഇതാണ് ടാക്ടിക്സ്. ഛർദിപ്പിക്കാതെ ഞാൻ ഛർദിപ്പിച്ചു. 1 hour later. ഗൈസ് അപ്പൊ എന്തായാലും ഈ ഒരു കളിയുടെ അവസാനത്തിൽ രണ്ടുപേരും വൊമിറ്റ് ചെയ്ത് കിറ്റായി. ഗൈസ് അത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ പുളിവെള്ളം കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ട് വൊമിറ്റ് ചെയ്യും. ഈ റൗണ്ട് സത്യം പറഞ്ഞാൽ നീ പോകേണ്ടതാണ്. അത് എന്തോ ഭാഗത്തിന് മണ്ടൻ എടുത്തിട്ട് ആദ്യമേ ഇല്ല എനിക്ക് വാട്ടർ കിട്ടിയ. നിനക്ക് വാട്ടറാണ് കിട്ടിയത്. പുളിവെള്ളം കിട്ടി കഴിഞ്ഞാൽ പോയി പ്രശ്നമാണ്. അത് ഭയങ്കര ശോകം സാധനമാണ്. അപ്പൊ എന്തായാലും ഈ ഒരു കളിയിലെ വിന്നറും ഞാൻ ശരിക്കും ഞാൻ ഇത് ചവച്ച ഇറക്കിയാണ്. പക്ഷെ പിന്നെ ഇങ്ങനെ പറഞ്ഞപ്പോ അത് പറഞ്ഞ അതല്ലേ ഇങ്ങനെ കഴിച്ചപ്പോ ഞാൻ പറയാതെ കേട്ടിരുന്നെങ്കിൽ ഇങ്ങനെ പ്രശ്നമില്ലായിരുന്നു. ശരിയാ കർമ്മ. അതെന്താ പറയാ, ഞാനാണെങ്കിൽ അത് ഫുള്ളൊന്നും വാങ്ങിയിട്ടില്ലോ. ഫുള്ള് വാങ്ങിയിട്ട് ഞാനും വായിൽ കയറ്റി ഇവിടെ വെച്ചിട്ട് പതുക്കെ ഇങ്ങനെ കറങ്ങി. അപ്പത്തേക്കും പിന്നെ ഇത് ഓർമ്മയും വരും, പിന്നെ ഇതിന്റെ മണം അടിച്ച്. ഗൈസ് അപ്പൊ എന്തായാലും ഈ ഒരു കളിയിലെ വിന്നർ നിങ്ങൾ വേണ്ടി നിങ്ങൾ പറഞ്ഞോ. വിന്നർ ഞാനാണെന്ന് പറഞ്ഞു. ഗൈസ് അപ്പൊ ഈ കളിയിൽ വിന്നർ ഒന്നും ഇല്ല, കാരണം രണ്ടുപേരും കംപ്ലീറ്റ് ആക്കിയായിരുന്നു. എന്തൊരു കമന്റ് ഞാൻ വായിക്കല്ല ഇട്ടിട്ട് ഇല്ല കിട്ടിയില്ല. ആരോട് പറഞ്ഞത്? എന്നാ അടുത്ത റൗണ്ട് അടുത്ത റൗണ്ട് ഇട്. അപ്പൊ എന്തായാലും നമ്മുടെ ഈ ചലഞ്ചില് നമ്മുടെ പൊരി തീറ്റ മത്സരത്തില് വിന്നർ ദ വൺ ആൻഡ് ഓൺലി വിന്നർ ഈസ് ഗൈസ് അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ, ടാറ്റാ.